തിരുപ്പതി ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അമൂല്യ നിധിശേഖരമുള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. ഇതിൽ ഭക്തജനങ്ങളെ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രധാന ചോദ്യം എന്താണെന്നാൽ അവിടുത്തെ സുരക്ഷാ പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ വർഷം ക്ഷേത്ര ഭരണസമിതിയുടെ ലോക്കറിനുള്ളിൽ വെച്ച 13 പവൻ സ്വർണമാണ് മോഷ്ടിക്കപ്പെട്ടത്. 2024 ഒക്ടോബറിൽ അമൂല്യമായ തളിപ്പാത്രം കാണാതായ സംഭവത്തിൽ ഹരിയാന സ്വദേശികളായ 3 സ്ത്രീകളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ്, അവിടുത്തെ സുരക്ഷാ സന്നാഹങ്ങൾ വെറും നോക്കുകുത്തികളാണ്, അല്ലെങ്കിൽ വെറും പ്രഹസനമാണെന്ന്. ഇത്തരത്തിലുള്ള തുടർച്ചയായ മോഷണങ്ങളും സുരക്ഷാ ലംഘനങ്ങളും വലിയ ആശങ്കയ്ക്ക് ഇടയായിട്ടുണ്ട്. കൂടാതെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ്, അതായത് കഴിഞ്ഞ വർഷം പകുതിയോടുകൂടിയാണ് അവിടെ നിന്ന് സ്വർണ്ണങ്ങളെല്ലാം കാണാതെ പോയി. അങ്ങനെ ഫോർട്ട് പോലീസ് കർശനമായ ഒരു പരിശോധന, നുണപരിശോധനയൊക്കെ നടത്തും എന്നൊക്കെ കൂടിയാണ് ആ സ്വർണ്ണങ്ങളെല്ലാം തന്നെ അവിടുത്തെ മണ്ണിൽ നിന്നും കണ്ടെത്തിയത്. അപ്പോൾ തന്നെ അവിടുത്തെ ജീവനക്കാരുടെ അടുത്തേക്ക് പോലീസിന് ഒരു സംശയമുണ്ടായിരുന്നു. എന്നാൽ അന്നു മുതൽ ഒരു തരത്തിലുമുള്ള സുരക്ഷ ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ക്ഷേത്രത്തിന്റെ മേൽനോട്ടത്തിൽ SP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അതിന്റെ ചുമതല നൽകിയിട്ടുള്ളത്. എന്നിട്ടും അടിക്കടി വൻ മോഷണങ്ങളാണ് നടക്കുന്നതിൽ അതിൽ സംശയം ക്ഷേത്ര ജീവനക്കാരെ തന്നെയാണ്. 3 ടയർ സുരക്ഷാ സംവിധാനമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. അമൂല്യ വസ്തുക്കൾ കാണാതായതിലും സുരക്ഷാ വീഴ്ചയിലും DGP നൽകിയ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി ഇന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറുകയാണ്. ക്ഷേത്രം ഭരണസമിതിയുടെ അടിയന്തര യോഗം ഇന്ന് അല്പസമയത്തിനുള്ളിൽ ചേരും. ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന വജ്രാഭരണമായ വൈരനാമം പുറത്തു കൊണ്ടുപോയി 6 മാസം കഴിഞ്ഞിട്ടും തിരികെ എത്തിച്ചിട്ടില്ല എന്നും ക്ഷേത്രത്തിലെ പല തട്ടുകളുള്ള സ്വർണ്ണവിളക്ക് അറ്റകുറ്റപ്പണിക്ക് എന്ന് പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോയി പകരം വെള്ളിവിളക്ക് സ്ഥാപിച്ചുവെന്നും റിപ്പോർട്ടിൽ ഉണ്ട്. ഈ നടപടിയിൽ ഒരു രേഖകളുമില്ല. ക്ഷേത്രത്തിൽ കാണാതായി ലഭിച്ച സ്വർണം അത് നഷ്ടമായെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. 78 ഗ്രാം സ്വർണമാണ് നഷ്ടമായതെന്നും ഇതിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. ക്ഷേത്ര സന്ദർശനത്തിനെത്തുന്ന കവടിയാർ കൊട്ടാരത്തിലെ സ്ഥിരം സന്ദർശകരും രാജകുടുംബാംഗമായ ആദിത്യവർമ്മയുടെ അടുപ്പക്കാരുമായ ഗണപതി V അയ്യർ, രാജേഷ് കഴക്കൂട്ടം, ജും അരുൺ, കോട്ടുകാൽ ഷൈജു, പത്മേഷ് പരശുരാമൻ, വിമാന കമ്പനി ജീവനക്കാരനായ അശോക എന്നിവർ ഒരു പരിശോധനയും കൂടാതെ ക്ഷേത്രത്തിൽ കയറി ഇറങ്ങുകയാണ് എന്നാണ് DGP നൽകിയ റിപ്പോർട്ടിൽ ഉള്ളത്. അതായത് ആഭ്യന്തരമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലേക്ക് ഉള്ളത്. സ്ഥാനമാനങ്ങൾ നോക്കാതെ ക്ഷേത്രത്തിലെത്തുന്ന എല്ലാവരെയും കർശന സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിനു പുറമെ ക്ഷേത്രത്തിൽ ശ്രീകോവിലിൽ സ്വർണം പൂശാൻ പുറത്തെടുത്ത സ്വർണം കാണാതാവുകയും പിന്നീട് കണ്ടെത്തുകയും ചെയ്ത സംഭവത്തിൽ 1 വർഷമായിട്ടും അന്വേഷണം പൂർത്തിയായിട്ടില്ല. ക്ഷേത്ര ജീവനക്കാരും സ്വർണ്ണപ്പണിക്കാരും ഉൾപ്പെടെ 8 പേരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ കോടതി അനുമതി നൽകിയെങ്കിലും ഫോർട്ട് പോലീസ് തുടർ നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ മെയിലായിരുന്നു സംഭവം നടന്നത്. ഈ സംഭവത്തിന് ശേഷമാണ് സ്വർണമെല്ലാം തന്നെ അവിടുത്തെ ക്ഷേത്രത്തിന്റെ അകത്തെ ആ മണ്ണുകളെല്ലാം കൂട്ടിയിടുന്ന ആ ഭാഗത്തു നിന്നും കണ്ടെത്തിയത്. ശ്രീകോവിലിൽ പതിപ്പിക്കുന്നതിനുള്ള കമ്പികളും തകിടുകളും സഞ്ചിയിലാക്കിയാണ് സ്ട്രോങ് റൂമിൽ നിന്ന് നിർമ്മാണം നടത്തുന്ന സ്ഥലത്ത് എത്തിച്ചത്. ഇതിനിടെയാണ് 107 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണ കമ്പി കാണാതായത്. കൂടാതെ CCTV പരിശോധിച്ചുവെങ്കിലും ചിലത് പ്രവർത്തിക്കാത്ത നിലയിലായിരുന്നു. അടുത്ത ദിവസം മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ സ്വർണ്ണക്കമ്പി മണലിൽ പൊതിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത്. ജീവനക്കാരെയും സ്വർണ്ണപ്പണിക്കാരെയും ചോദ്യം